ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ തമ്മിടു എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ മനോഹരമായ ഒരു ഗ്രാമത്തെയാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിൽ രാത്രി സമയത്ത് ഒരു ഫാക്ടറിയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു. ആ പൊട്ടിത്തെറിയിലൂടെ പുറത്തു വന്ന വായു ശ്വസിച്ച് ആ ഗ്രാമവാസികളിൽ ഒരുപാട് പേര് മരിക്കാൻ തുടങ്ങുന്നു. ഒരാളോ രണ്ടാളോ അല്ല, കൂട്ടം കൂട്ടമായിട്ടാണ് ആ ഗ്രാമവാസികൾ മരിച്ചു വീഴുന്നത്. നേരം പുലരുമ്പോൾ ആ ഗ്രാമം മുഴുവൻ നോക്കിയാൽ ഒരു ശ്മശാനമായി മാറിയിരിക്കുകയാണ്. ഗ്രാമം മുഴുവൻ കൂട്ടക്കരച്ചിലുകൾ കേൾക്കാം. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെയാണ് നമ്മളെ കാണിക്കുന്നത്. ആ രാഷ്ട്രീയക്കാരൻ തൻ്റെ PA ചോദിക്കുകയാണ്, അസർ എന്ന പേരുള്ള ഒരാളുടെ ഫാക്ടറിയിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ന്യായമായി നോക്കിയാൽ അവനാണ് നമ്മളെ വന്ന് കാണേണ്ടത്. പക്ഷേ അതിന് നേരെ വിപരീതമായി അവൻ നമ്മളോട് അവനെ പോയി കാണാൻ പറയുന്നു. അതെന്താ അങ്ങനെ എന്ന് PA ചോദിക്കുമ്പോൾ PA പറയാണ്, നമ്മൾ പോയി അവനെ കാണുന്നതിന് അവൻ ലക്ഷക്കണക്കിന് രൂപ പണം തന്നിട്ടുണ്ട് സർ എന്ന്. ഈ രാഷ്ട്രീയക്കാരൻ പണത്തോട് ആർത്തിയുള്ള ഒരാളായതുകൊണ്ട് അയാൾ അത്ഭുതത്തോടെ വാ പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. ശരി, വാ പോയിട്ട് കണ്ടിട്ട് വരാം എന്ന് പറയുമ്പോൾ PA പറയാണ്, അയാൾ തന്നെ കാറും അയച്ചു തന്നിട്ടുണ്ട് സർ. ഈ രാഷ്ട്രീയക്കാരൻ പറയാണ്, അവൻ്റെ കയ്യിൽ പണം വളരെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അവൻ്റെ പണത്തിൻ്റെ അഹങ്കാരം നമ്മളോട് കാണിക്കുന്നത്. അപ്പോൾ PA പറയാണ്, അങ്ങനെയൊന്നുമല്ല സർ, അയാൾക്കുള്ളത് ഭയമാണ് എന്ന്. ഭയോ? നീ എന്താടാ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ സർ, അയാൾക്ക് വീട് വിട്ട് പുറത്തിറങ്ങാൻ പേടിയാണ് എന്ന് പറയുന്നു. എന്താണ് അവൻ്റെ കഥ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ആ ഫാക്ടറി ഉടമയായ അസറിൻ്റെ കഥ നമ്മളെ കാണിച്ചു തുടങ്ങുന്നത്. ഈ അസറില്ലേ, അവനൊരു അനാഥനാണ്. അഗർവാൾ കുടുംബം ഒരു ഓർഫനേജിൽ നിന്നാണ് നമ്മുടെ അസറിനെ ദത്തെടുക്കുന്നത്. അവൻ പ്രതീക്ഷിക്കാത്ത സ്നേഹവും അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമ്പത്തും നൽകി അവനെ വളർത്താൻ തുടങ്ങുന്നു. എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു കാർ ആക്സിഡന്റ് ഉണ്ടാവുന്നു. ആ കാർ ആക്സിഡന്റിൽ അസറിനെ ദത്തെടുത്ത അച്ഛനും അമ്മയും മരിച്ചു പോകുന്നു. ആ കാർ തീ പിടിച്ച് കത്തുമ്പോൾ അസറിന്റെ ചെവിയുടെ ഭാഗവും ഭയങ്കരമായി കത്താൻ തുടങ്ങിയിരുന്നു. പല വിധത്തിലുള്ള പോരാട്ടങ്ങൾക്ക് ശേഷം അപകടത്തിൽപ്പെട്ട ആ കാറിനുള്ളിൽ നിന്ന് അവൻ എങ്ങനെയോ പുറത്തു വരികയാണ്. പക്ഷേ ചെവിയുടെ ഭാഗം കത്തിപ്പോയതുകൊണ്ട് അവൻ്റെ കേൾവി ശക്തിയെ അത് ബാധിച്ചിരുന്നു. അതായത് വളരെ കുറഞ്ഞ ശബ്ദം മാത്രമേ അവന് വ്യക്തമായി കേൾക്കാൻ സാധിക്കൂ. അതിൽ കൂടുതൽ എന്ത് ശബ്ദം വന്നാലും ഒരു ചുറ്റിക എടുത്ത് വലിയൊരു ഇരുമ്പിൽ അടിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാകുമോ അതേപോലെയാണ് അവന് കേൾക്കുക. അതായത് ഒരു മനുഷ്യൻ സാധാരണമായി സംസാരിച്ചാൽ പോലും അവൻ്റെ ചെവിക്കൊക്കെ ഭയങ്കര വേദന എടുക്കും. അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് അവൻ പെട്ടിരിക്കുന്നത്. അതിനുശേഷം അസർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം വെച്ച് വലിയൊരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അത് മുഴുവനും വീടിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് അവൻ കൺട്രോൾ ചെയ്യുന്നത്. അവൻ്റെ വീട് എവിടെയാണെന്ന് നോക്കിയാൽ സിറ്റിയിൽ നിന്നും വളരെ ദൂരെ മാറി ഒരു മലമ്പ്രദേശത്തിനടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ വീടിനുള്ളിലേക്ക് നമുക്ക് കയറണമെങ്കിൽ സാധാരണ പോലെയൊന്നും കയറാൻ കഴിയില്ല. 3-4 ഘട്ടങ്ങളുള്ള സെക്യൂരിറ്റിയൊക്കെ കടന്നിട്ട് വേണം ഉള്ളിൽ കയറാൻ. അതെന്താ അങ്ങനെ ഒരു സുരക്ഷ എന്ന് നോക്കിയാൽ, ഒരാൾ ആ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന എന്ത് സാധനമായാലും ആ സാധനമെല്ലാം പുറത്ത് തന്നെ ഊരി വെച്ചിട്ട് വേണം വരാൻ. അത് ചെയിനാകാം, മോതിരമാകാം, ചെരുപ്പാകാം, മൊബൈൽ ഫോണുകളാകാം. അങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന ഒരു സാധനവും ആ വീടിനുള്ളിൽ അനുവദിക്കില്ല. നേരത്തെ തന്നെ അതെല്ലാം വാങ്ങി വെച്ചിട്ട് ഉള്ളിലേക്ക് കടത്തിവിടും. അതുമാത്രമല്ല, അവരെ അടുത്ത് നിന്ന് നോക്കാൻ വേണ്ടി ചില സ്ത്രീകളെ ജോലിക്ക് വെച്ചിട്ടുണ്ട്. എന്നാൽ ആ സ്ത്രീകൾക്ക് ആർക്കും സംസാരിക്കാൻ കഴിയില്ല. എന്തൊക്കെയായാലും ഈ മിനിസ്റ്റർ അസറിന്റെ കൂടെ പോയി സംസാരിക്കുമ്പോൾ മിനിസ്റ്റർ സംസാരിക്കുന്ന ശബ്ദം അസറിന് കേൾക്കുമല്ലോ. അതവന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഇങ്ങനെയുള്ള മീറ്റിംഗ് സമയത്തൊക്കെ നോക്കിയാൽ അവൻ കസ്റ്റമൈസ് ചെയ്ത ഒരു ഹെഡ്ഫോൺ ചെവിയിൽ വെക്കും. അതിൽ ഹൈലി പവർഫുൾ ആയ ANC മോഡുണ്ട്. ANC എന്നാൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. അത് ആവശ്യമുള്ള ശബ്ദം മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടൂ. അതിനാൽ കൂടുതലായുള്ള ശബ്ദത്തെ അത് കുറയ്ക്കും. അങ്ങനെ മിനിസ്റ്റർ സംസാരിക്കുമ്പോൾ അവൻ്റെ ചെവിക്ക് എത്രമാത്രം താങ്ങാൻ കഴിയുമോ ആ അളവിൽ മാത്രമേ ശബ്ദം കേൾക്കൂ. ഇപ്പോൾ മിനിസ്റ്റർ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ ഈ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് ഇവർക്ക് നോർമലായി തന്നെ ഡിസ്കഷൻ നടത്താം. പക്ഷേ ഈ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് അവന് പുറത്തൊന്നും കറങ്ങി നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന് വിചാരിച്ചാൽ അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. ആ രീതിയിലാണ് മിനിസ്റ്ററെ അവൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ മിനിസ്റ്റർ പറയാണ്, പുറത്ത് നീ നടത്തിയ സ്ഫോടനത്തേക്കാൾ കൂടുതലായി ഇവിടെയുള്ള ഈ സൈലന്റ് ആണ് എനിക്ക് ഭയം ഉണ്ടാക്കുന്നത്. നിന്റെ ഫാക്ടറിയുടെ ഹിസ്റ്ററി മുഴുവൻ ഞാൻ നോക്കി. കഴിഞ്ഞ 6 മാസമായി ആ ഫാക്ടറി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ആ സ്ഥലത്ത് എങ്ങനെയാണ് ഒരു സ്ഫോടനം നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ അസർ പറയാണ്, ചിലർ സൃഷ്ടിക്കുന്നതിൽ വിശ്വസിക്കും, ചിലർ നശിപ്പിക്കുന്നതിൽ വിശ്വസിക്കും. എന്നാൽ ഞാൻ നഗരത്തിൽ നിന്നും ഉണ്ടാകുന്ന സൃഷ്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ ഉടനെ മിനിസ്റ്റർ അവനെ തടയാണ്. ഫിലോസഫി ഒന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യം പണം മാത്രമാണ്. ഈ പ്രശ്നത്തിൽ ഞാൻ പറയുന്നതാണ് വില. CMന് 100 കോടി, എനിക്ക് 10 കോടി, പിന്നെ ബാധിക്കപ്പെട്ട ജനങ്ങൾക്ക്. അപ്പോൾ അസർ പറയുന്നു, ഒരാൾക്ക് 1 ലക്ഷം വീതം എന്ന്. എന്ത്, 1 ലക്ഷമോ? 1 ലക്ഷം രൂപ ഗവൺമെന്റ് തന്നെ കൊടുക്കും. നീ ഒരാൾക്ക് 2 ലക്ഷം രൂപ വെച്ച് കൊടുക്ക് എന്ന് പറയുമ്പോൾ അസറും ശരിയെന്ന് പറയാണ്. അതിനുശേഷം മീഡിയ, പൊതുജനങ്ങൾ ഇവരെയൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ആ രാഷ്ട്രീയക്കാരൻ പറയാണ്, നടന്ന പ്രശ്നത്തിനായി ഒരു അന്വേഷണ കമ്മീഷനെ അവർ നിയമിക്കും.
ആ കമ്മീഷൻ തരുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ഉടനെ അസർ പറയുന്നുണ്ട്, ഈ പണമൊക്കെ എന്തിനാണ് തരുന്നത്? ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് അനുകൂലമായി വരാൻ വേണ്ടിയിട്ടാണ്. റിപ്പോർട്ടുകളൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായി തന്നെ വരണം എന്ന് അയാൾ വ്യക്തമാക്കുന്നു. അവിടെ കട്ട് ചെയ്താൽ ഈ ഗ്രാമവാസികൾക്കെല്ലാം പണം കൊടുക്കാൻ തുടങ്ങുകയാണ്. ഈ പണം സാധാരണ പോലെ വിതരണം ചെയ്യാതെ അസറിന്റെ PA നോക്കിയാൽ ഒരുതരം പുച്ഛത്തോടെയാണ് അത് അവർക്ക് നൽകുന്നത്. എനിക്കറിയാവുന്നിടത്തോളം ബാധിക്കപ്പെട്ടവർക്ക് 15 ദിവസത്തിനുള്ളിൽ ധനസഹായം കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എന്താ അമ്മേ, മരിച്ചത് നിന്റെ കുഞ്ഞല്ലേ? ആ കുഞ്ഞു കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ പണം വെച്ച് നിന്റെ ജീവിതം തന്നെ സെറ്റാകുമല്ലോ എന്ന രീതിയിൽ അയാൾ പറയുമ്പോൾ ആ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. എനിക്കിപ്പോൾ ഈ പണം വേണ്ട, എൻ്റെ കുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടത്. ആ കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് അവർ ചോദിക്കാൻ തുടങ്ങുന്നു. നടന്ന അനീതിക്ക് ഞങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് ചോദിക്കുമ്പോൾ അതിന് അസറിന്റെ PA പറയാണ്, ഇവിടെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, നീ അവരുടെ അടുത്ത് വേണമെങ്കിൽ പോയി ചോദിച്ചോ, നിനക്കുള്ള നീതി കിട്ടില്ല എന്ന് പറഞ്ഞ് പണത്തിന്റെ അഹങ്കാരത്തിൽ പുച്ഛത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതിൽ കലിപ്പായ അമ്മ എനിക്ക് ചെക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് വലിച്ചെറിഞ്ഞിട്ട് നീതി കിട്ടുന്നവരെ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് മാറില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഈ അമ്മയെ കണ്ടിട്ട് പണം വാങ്ങാനായി വന്ന മറ്റെല്ലാവരും കയ്യിലുണ്ടായിരുന്ന ചെക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങൾക്ക് നീതിയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയുടെ കൂടെ വന്നിരിക്കാൻ തുടങ്ങുന്നു. ഡീസൻ്റായി ഈ ചെക്ക് കൊടുത്തിരുന്നെങ്കിൽ പോലും ഇതൊരു അപകടമാണ്, ആ അപകടത്തിന് ഫാക്ടറി ഉടമയും ഗവൺമെന്റും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നഷ്ടപരിഹാരമായി പണം നൽകുന്നു എന്ന് കരുതി ഇവരും മിണ്ടാതെ വാങ്ങിച്ചേനെ. എന്നാൽ ഇയാൾ സംസാരിച്ച രീതി കണ്ട് അവരെല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാവുകയാണ്. അവരവിടെ തന്നെ ഇരുന്ന് സമരത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്നു. അപ്പോഴും അസറിന്റെ PA എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര നേരം സമരം ചെയ്താലും നിങ്ങൾക്കൊരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ തന്നെ ആഹാരവും വെള്ളവും ഇല്ലാതെ ചാകാൻ പോവുകയാണ്. നിങ്ങൾ ചാകാൻ പോകുന്നത് മുഴുവൻ ഞാൻ കാണാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഉടനെ ഒരു പ്രായമായ ആൾ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ലത് നടക്കും, അതുവരെ പോരാട്ടം തുടരുമെന്ന്. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോയുടെ പേര് ജയ്. നമ്മുടെ ഹീറോ ടാർഗറ്റ് ചെയ്ത് അമ്പ ചെയ്യുന്ന ആ ഗെയിമിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അവിടെയുള്ള സർക്കിളിന് ചുറ്റും എല്ലായിടത്തും പോയിന്റ് ചെയ്ത് കറക്റ്റായി ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായ പോയിന്റിൽ ഷൂട്ട് ചെയ്യുന്നില്ല. കുറച്ചുനാൾ മുൻപ് വരെ നോക്കിയാൽ ഇദ്ദേഹം നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈയിടെയായി അദ്ദേഹത്തിന് ഒരു ബുൾസൈ അടിക്കാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനെ പോയാൽ തീർച്ചയായിട്ടും ചാമ്പ്യൻഷിപ്പ് ഒക്കെ നേടുക വളരെ ബുദ്ധിമുട്ടാണെന്ന് കോച്ച് നമ്മുടെ ഹീറോയ്ക്ക് ഉപദേശം നൽകുന്നു. നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുകയാണ്, അതെന്താണെന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല സാർ, എല്ലാം കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നവൻ പറയുന്നു. അപ്പോൾ ചില സമയങ്ങളിൽ നിന്ന് സാവധാനം ഒന്ന് ചിന്തിച്ച് നോക്കണം. വലിയൊരു മെഷീൻ എടുത്ത് നോക്ക്, ആ മെഷീനിൽ ചെറിയൊരു ബോൾട്ട് ലൂസായാൽ പോലും ആ മെഷീൻ്റെ പെർഫോമൻസിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് അതെന്താ പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് ശരിയാക്കാനുള്ള വഴി നോക്ക് എന്ന് കോച്ച് അഡ്വൈസ് നൽകുന്നു. ഹീറോ അവിടെ തന്നെ നിന്ന് ആലോചിക്കാൻ തുടങ്ങുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ചിത്ര എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നു. ഇവര് പുതുതായി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയിരിക്കുകയാണ്. ആ കമ്പനി മറ്റുള്ളവർക്ക് അവസരങ്ങൾ നൽകുന്ന ഒരു കമ്പനി ആകാനാണ് പോകുന്നത്. ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് അവിടെയുള്ളവർ ചോദിക്കുമ്പോൾ അതിന് ചിത്ര പറയാണ്, ചിത്രയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ സ്വന്തം അച്ഛനാൽ തന്നെ അവൾ പീഡനത്തിന് ഇരയായി. ആ സമയത്ത് ഒരു 10 വയസ്സുള്ള പയ്യൻ അവനെ നോക്കി വളർത്തി ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തു. അന്ന് ജയ് എന്ന് പറയുന്ന ആ പയ്യൻ എനിക്കൊരു അവസരം നൽകിയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ പലർക്കും ഒരവസരം നൽകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചിത്ര പറയാണ്. ചിത്ര സൂചിപ്പിച്ച ആ ജയ് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ ആ സ്ഥലത്തേക്ക് വന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ചിത്ര പോയിട്ട് എന്ത് പറ്റി, ഒരുമാതിരി ഡള്ളായിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴൊക്കെ എന്നേക്കാൾ എൻ്റെ ചുറ്റുമുള്ളവർക്കാണ് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് എന്ന് പറയുകയും, എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് ബുൾസൈ അടിക്കാനേ കഴിയുന്നില്ല, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാനേ കഴിയുന്നില്ല എന്നവൻ പറയാണ്. അതിന് ചിത്ര പറയാണ്, എനിക്ക് തോന്നുന്നത് ഫിസിക്കലായി നീ ഫിറ്റ് ആണെങ്കിലും നിന്റെ മനസ്സിൽ വേറെ എന്തോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അത് നീ ശരിയാക്കിയാൽ മാത്രമേ നിനക്ക് നിന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയൂ എന്ന് ചിത്ര പറയുന്നു. എന്നിരുന്നാലും തനിക്ക് എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നവന് മനസ്സിലാകാൻ കഴിയുന്നില്ല. തുടർന്ന് അവൻ ഭയങ്കരമായി പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും അവൻ ആ ബുൾസൈ കറക്റ്റായി അടിക്കാൻ കഴിഞ്ഞില്ല. വളരെ നിരാശനായി ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ബൈക്ക് ആക്സിഡന്റ് ആയി അവൻ പാലത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ താഴെ കൂടി ഒരു ലോറി പോകുന്നുണ്ടായിരുന്നു. ആ ലോറിയുടെ മുകളിൽ വീണ് ബൗൺസായി റോഡിൽ വീഴാണ്. അപ്പോൾ കൈക്ക് വലിയ പരിക്കേൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് ചിത്ര കാണാനായി വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഓർമ്മ വരുന്നത്, ഹീറോയ്ക്ക് ഒരു ചേച്ചിയുണ്ട്, അവരെ ഓർത്താണ് തനിക്ക് ഈ ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാത്തതെന്ന് അവൻ പറയുന്നുണ്ട്. ഹീറോയുടെ കഥ എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ഹീറോയ്ക്കും ഹീറോയുടെ ചേച്ചിക്കും ഒരു 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഹീറോ ജനിക്കുമ്പോൾ തന്നെ ഹീറോയുടെ അമ്മ മരിച്ചു പോവാണ്. അതിനുശേഷം ഹീറോയുടെ അച്ഛൻ സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. ഹീറോയ്ക്ക് അമ്മയും അച്ഛനും എല്ലാം അവന്റെ ചേച്ചി തന്നെയായിരുന്നു. കാരണം അവരുടെ അച്ഛനും ജോലി തിരക്കിലായതുകൊണ്ട് ചേച്ചിയാണ് ഹീറോയ്ക്ക് മുഴുവൻ സ്നേഹവും കൊടുത്ത് വളർത്തിയത്. എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് നമ്മുടെ ഹീറോയുടെ ചേച്ചിക്ക് ഒരു പയ്യനെ വല്ലാതെ ഇഷ്ടമാവുന്നത്. അവർ പ്രണയിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഹീറോയുടെ ചേച്ചി ഒരു ലെറ്റർ എഴുതിയിട്ട് അവന് കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആ ലെറ്റർ എടുത്ത് കൊടുക്കാനായി പോകും.
അപ്പോൾ എതിർവശത്ത് നിന്ന് ഹീറോയുടെ അച്ഛൻ നടന്നു വരും. അച്ഛനെ കണ്ട ഭയത്തിൽ ആ ലെറ്റർ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയും അച്ഛൻ ആ ലെറ്റർ വാങ്ങി വായിച്ചു നോക്കുകയും ചെയ്യുകയാണ്. ഇതിൽ വളരെ ദേഷ്യപ്പെട്ട നമ്മുടെ ഹീറോയുടെ അച്ഛൻ ഉടനടി ചേച്ചിക്ക് ഒരു വിവാഹം ഏർപ്പാടാക്കുകയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നു. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു എന്ന വിവരം അറിഞ്ഞ ശേഷം ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, പ്രണയ നൈരാശ്യം കാരണം അവൻ മരിച്ചു പോവാണ്. ഈ വിവരം അറിഞ്ഞ ഹീറോയുടെ ചേച്ചി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അച്ഛനോടും ഹീറോയോടും ഇനിമേൽ ആരും എൻ്റെ മുഖത്തേക്ക് നോക്കരുത്, ആരും എന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് നിന്ന് പോയി. അന്ന് പോയതാണ്, പിന്നെ തിരിച്ചു വന്നതേയില്ല. ഹീറോയുടെ അച്ഛൻ മരിച്ചു പോയില്ലേ, അതിനുപോലും ഹീറോയുടെ ചേച്ചി വന്നില്ല. താൻ ആഗ്രഹിച്ച പയ്യനോടൊപ്പം സമാധാനമായി ജീവിക്കേണ്ടിയിരുന്ന ചേച്ചി ഇങ്ങനെ പോകാനുള്ള കാരണം താനാണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ വളരെ സങ്കടപ്പെടാൻ തുടങ്ങിയിരുന്നു. അന്ന് ചേച്ചി തന്ന ലെറ്റർ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. താൻ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞ് തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടെന്ന് ഹീറോ പറയാണ്. അതാണ് തന്നെ ഫോക്കസ് ചെയ്യാൻ അനുവദിക്കാതെ തടയുന്നതെന്നും അവൻ പറയുന്നു. ചേച്ചിയുമായി എപ്പോഴാണോ വീണ്ടും റീകണക്ട് ആകുന്നത് അപ്പോൾ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടൂ എന്ന് പറയുമ്പോൾ ഇപ്പോഴല്ലേ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായത്, അതുകൊണ്ട് ചേച്ചിയെ തേടി പോകാം എന്നിവർ രണ്ടുപേരും തീരുമാനിക്കുന്നു. ഇപ്പോൾ അസർ എന്ന് പറയുന്ന ആ ഫാക്ടറി ഉടമയാണ് നമ്മളെ കാണിക്കുന്നത്. ഈ എൻക്വയറി കമ്മീഷനിൽ സൈനിങ് അതോറിറ്റിയുള്ള പ്രധാന ഉദ്യോഗസ്ഥരെയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥരോടൊക്കെ റിപ്പോർട്ട് അവർക്ക് അനുകൂലമായി വരണം എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ആ ഉദ്യോഗസ്ഥൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ ആ ഫാക്ടറിയിൽ ഒരു ആക്സിഡന്റൽ ബ്ലാസ്റ്റ് അല്ല നടന്നത്, നിങ്ങൾ തന്നെയാണ് ആ ബ്ലാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടുണ്ടായ ഗ്യാസ് ലീക്ക് കാരണമാണ് ആ ഗ്രാമവാസികൾ മരിച്ചിരിക്കുന്നത്. അതിന് പൂർണ്ണ ഉത്തരവാദി നിങ്ങളാണ് എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കറിയാം, പക്ഷേ റിപ്പോർട്ട് ഞങ്ങൾക്ക് അനുകൂലമായി തന്നെ വരണം എന്ന് അസർ പറയുന്നു. അത് സമ്മതിക്കാൻ കഴിയില്ല എന്നവരും പറയാണ്. അതിനാണ് നിങ്ങൾക്ക് ഞങ്ങൾ പണം തരുന്നത്, ആ പണം പോരെങ്കിൽ നിങ്ങൾക്ക് എത്ര പണം വേണമെന്ന് ചോദിക്കാം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട, ഞങ്ങൾ ന്യായപ്രകാരമേ പ്രവർത്തിക്കൂ എന്ന രീതിയിൽ അവർ പറയുന്നു. ഉടനെ ഈ PA ഉണ്ടല്ലോ, അവൻ ആ ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് ഇവരുടെ മുന്നിലിട്ട് ടോർച്ചർ ചെയ്യുന്നു. അത് കണ്ട് ആ ഉദ്യോഗസ്ഥരൊക്കെ ഭയന്നുപോയി. അവരെ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ സൈൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരുടെ വഴിക്ക് വരുന്നു. അസറിന്റെ PA പോയി പറയാണ്, ഇതുപോലെ ഞങ്ങൾ ആദ്യം പണം കൊടുക്കാമെന്ന് പറഞ്ഞു, ആക്സെപ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ ഫാമിലിയെ വെച്ച് വയലൻ്റായി ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ നല്ലത് എന്ന് അസർ വിചാരിക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം അറിയാൻ കഴിയുന്നത്, ഈ സൈനിങ് അതോറിറ്റി വെറും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തവർ മാത്രമാണ്. ഇവർ നൽകുന്ന റിപ്പോർട്ട് നോക്കിയാൽ ഇവർക്ക് മുകളിൽ ഒരു ഉദ്യോഗസ്ഥയുണ്ട്, അവരാണ് വായിച്ചു നോക്കിയിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. അവരെ ഇങ്ങനെയൊന്നും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന രീതിയിൽ പറയുമ്പോൾ അതൊരു ലേഡി ഓഫീസറാണോ, അവർക്ക് ഫാമിലി ഉണ്ടോ എന്ന് ചോദിക്കുകയും ഉണ്ട് എന്ന് പറയുകയും ചെയ്യാണ്. പിന്നെന്താ, പണി കഴിഞ്ഞല്ലോ എന്ന് അസർ പറയുന്നു. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയും ചിത്രയും ചേച്ചിയുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് ചേച്ചിയെ തേടി അവരുടെ വീടിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു. എന്നാൽ വീട് പൂട്ടിക്കിടക്കുകയാണ്. അവിടെ അയൽവാസികളോട് അന്വേഷിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ആളുകൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നു. അതിനുശേഷം ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് ചേച്ചി അവരുടെ പേര് മാറ്റിയിരിക്കുന്നു എന്ന്. ഇപ്പോൾ ഝാൻസി എന്ന പേരിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഏരിയയിലുള്ള ജനങ്ങൾക്കൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീ ഇവർക്കൊരു ദൈവം പോലെയൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ജാൻസി മാഡത്തെ കാണണമല്ലോ, അവരിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ജാൻസി മാഡത്തിന്റെ ഭർത്താവിന്റെ അച്ഛൻ കുറെ കാലങ്ങളായി ഒരു അമ്പലത്തിൽ പോയി പൂജ നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ പൂജ ചെയ്യാമെന്ന് പറഞ്ഞ് മലയുടെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് കുടുംബത്തോടെ പോയിരിക്കുകയാണ് എന്ന് പറയുന്നു. ശരി, നമുക്ക് ചേച്ചിയെ തേടി അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും ചിത്രയും യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. ഈ അസർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഫൈനൽ സൈനിങ് അതോറിറ്റി വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ ചേച്ചിയാണ്. ഹീറോയുടെ ചേച്ചിക്ക് മനസ്സിലായി ഈ അസറിൽ നിന്നും കുടുംബത്തിന് അപകടമുണ്ടെന്ന്. ഉടനടി പോലീസ് ഓഫീസർക്ക് ഫോൺ വിളിച്ച് സുരക്ഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പോലീസ് ഓഫീസേഴ്സും നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ച് ആ ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ ഈ അസറിന്റെ ആളുകളൊക്കെ ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. വേഗത്തിൽ നമ്മുടെ ഹീറോയുടെ ചേച്ചിയെ അവർ തുരത്താൻ തുടങ്ങുന്നു. ഹീറോയുടെ ചേച്ചി തന്റെ ഫാമിലിയെയും വിളിച്ച് കാറിൽ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഉടനടി പിന്തുടർന്നു വന്ന് ആക്സിഡന്റ് ആക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഹീറോയും ചിത്രയും ഹീറോയുടെ ചേച്ചിയെ തേടി ഈ ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടാക്സിയിലിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ കാറിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ആളുകളൊക്കെ തുരത്തിക്കൊണ്ട് വരികയാണല്ലോ. അവന്മാർ വണ്ടി ഇടിച്ചതിൽ നമ്മുടെ ചിത്ര ഇരിക്കുന്ന വണ്ടി മറയുന്നു. ആ വണ്ടിക്കുള്ളിൽ നിന്ന് എങ്ങനെയോ ചിത്രയെ നമ്മുടെ ഹീറോ രക്ഷിക്കുന്നുണ്ട്. ആരാടാ ഇങ്ങനെയൊക്കെ വന്ന് ആക്സിഡന്റ് ചെയ്തിട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഈ ഗുണ്ടകളെ നേരിടാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ചേച്ചിയും കുടുംബാംഗങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാടിനുള്ളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ഈ ഗുണ്ടകളെയൊക്കെ അടിക്കുകയാണ്. നമ്മുടെ ഹീറോയുടെ കൂടെ നിന്നാൽ സുരക്ഷ ലഭിക്കുമെന്ന് കരുതി നമ്മുടെ ഹീറോയുടെ ചേച്ചിയുടെ ഫാമിലി ഹീറോയുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഹീറോയുടെ ചേച്ചിക്ക് അറിയില്ല നമ്മുടെ ഹീറോയാണ് അവരുടെ ബയോളജിക്കൽ അനിയനെന്ന്. ഇപ്പോൾ നമ്മുടെ ഹീറോ ഈ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും കുടുംബാംഗങ്ങളെ രക്ഷിച്ച് തന്റെ ചേച്ചിയോട് സ്നേഹത്തോടെ സംസാരിക്കാമെന്ന് കരുതി അടുത്തേക്ക് പോകുന്നു. എന്നാൽ ചേച്ചിക്ക് നമ്മുടെ ഹീറോയെ തീരെ മനസ്സിലായില്ല. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, എന്നാൽ കൃത്യസമയത്ത് വന്ന് ഞങ്ങളെ സഹായിച്ചു, ഒരുപാട് നന്ദി എന്ന രീതിയിൽ അവർ പറയുന്നു. ഹീറോയ്ക്ക് അതൊരുമാതിരി വിഷമമാവുന്നുണ്ട്. ചിത്രയ്ക്കും സങ്കടമാവുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്, ശരി ഇവരൊക്കെ ആരാണ്, എന്തിനാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് എന്ന്.
അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ചേച്ചി കഥ പറയുന്നത്. ഒരു ഫാക്ടറിയിൽ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. അതിലൂടെ ആ ഗ്രാമവാസികൾക്ക് വിഷവാതകം പടർന്ന് ഒരുപാട് പേര് മരിച്ചുപോയി. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ആ ഫാക്ടറി ഉടമയുടെ ഭാഗത്തു നിന്നും കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പണം കൊടുത്തിരുന്നു. എന്നാൽ ജനങ്ങൾ ആ പണം വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നീതി വേണം, ഇത് ചെയ്ത കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്ന രീതിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനായി ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ച് എൻക്വയറി ചെയ്തിരുന്നു. എന്നാൽ ആ കമ്മീഷനിലുള്ളവരെയൊക്കെ ആ അസർ എന്ന് പറയുന്നവർ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഡോക്യുമെന്റ്സിലൊക്കെ സൈൻ വാങ്ങി, റിപ്പോർട്ട് അവർക്ക് അനുകൂലമായിരിക്കാൻ. ഇപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഉദ്യോഗസ്ഥർ അസറിന്റെ ഭാഗത്തേക്ക് പോയെങ്കിലും അവസാനമുള്ളത് നമ്മുടെ ഹീറോയുടെ ചേച്ചിയാണ്. ഇവര് നീതി നേരെ എന്നൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഇവരുടെ വലയിൽ വീടില്ല, യഥാർത്ഥ എൻക്വയറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും, ഇതിലൂടെ കുറ്റവാളിക്ക് ശിക്ഷ ലഭിക്കും എന്നാണ്. ഇതുപോലെ വീണ്ടും അനാവശ്യമായ ജീവൻ നഷ്ടപ്പെടുന്ന ഒഴിവാക്കാൻ കഴിയും എന്ന് അവർ വിചാരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് അസറിന്റെ ആളുകൾ നമ്മുടെ ഹീറോയുടെ ചേച്ചിയെ ഈ സ്ഥലത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ കൊന്നിട്ട് അതൊരു ആക്സിഡന്റ് ആണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയല്ലേ, പോലീസിനോട് സഹായം ചോദിക്കാമല്ലോ എന്ന്. എന്നാൽ അവിടെയാണ് ഒരു പ്രശ്നം. ഇവരിപ്പോൾ അമ്പലത്തിൽ ദർശനത്തിനായി വന്നതാണല്ലോ. ആ ലാൻഡ് ഒരു ലോലീസ് ലാൻഡ് ആണ്. അതായത് ഈ ലാൻഡ് ഒരു സംസ്ഥാനത്തിനും സ്വന്തമായുള്ളതല്ല, ആർക്കും അവകാശം ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ലാൻഡിൽ നിയമം നടപ്പാകില്ല. എന്നാൽ ഹീറോയുടെ ചേച്ചി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഓൾറെഡി കമ്മീഷണറുമായി ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഈ ലാൻഡിന്റെ എൻട്രിയിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നമ്മൾ എങ്ങനെയെങ്കിലും എത്തിയാൽ നമ്മൾ പോലീസിന്റെ കൺട്രോളിലാകും, പിന്നെ ബാക്കിയെല്ലാം പോലീസ് നോക്കിക്കോളും. നമ്മൾ ഇവിടെ നിന്ന് അവിടേക്ക് പോകുന്നതിലാണ് പ്രശ്നമുള്ളത് എന്ന് ഈ ചേച്ചി പറയാണ്. പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട്, ഇതിനു മുമ്പ് നിങ്ങൾ സഹായിച്ചു എന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ മുതലെടുക്കുന്നു എന്ന് വിചാരിക്കരുത്. ഞങ്ങളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാമോ? നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി ധൈര്യമായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയും ശരിയെന്ന് സമ്മതിക്കുന്നു. എന്നാൽ അവനാണ് ചേച്ചിയുടെ ബയോളജിക്കൽ അനിയൻ എന്നത് അവർ പറയുന്നേയില്ല. ഇപ്പോൾ എല്ലാവരും കാട്ടിനുള്ളിലൂടെ നടന്നു പോകാൻ തുടങ്ങാണ്. അപ്പോൾ ഒരു കൊച്ചു പയ്യന്റെ കയ്യിൽ കുമിളകൾ വരാൻ തുടങ്ങാണ്. അവൻ ഭയങ്കരമായി കരയാൻ തുടങ്ങുന്നു. എന്തു ചെയ്യുമെന്നേ അവർക്കറിയില്ല. ഇവരുടെ കയ്യിൽ മെഡിസിനും ഇല്ല. എന്തുകൊണ്ടാണ് ഇത് വന്നതെന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എമർജൻസി SOSലേക്ക് കോൾ ചെയ്ത് നോക്കാമെന്ന് കരുതി കോൾ ചെയ്തു. ഈ ഗ്രാമത്തിനുള്ളിൽ ഒരു ചെറിയ ടവർ ഉണ്ട്. ആ ടവറിൽ നോക്കിയാൽ രത്ന എന്ന പേരിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്കാണ് കോൾ പോകുന്നത്. ആ പെൺകുട്ടിയോട് സഹായം ചോദിക്കുമ്പോൾ കാട്ടിനുള്ളിൽ ആംബുലൻസോ മെഡിക്കൽ സൗകര്യങ്ങളോ ഒന്നുമില്ല. ഈ കാടിനുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ കാടിനുള്ളിൽ തന്നെ ചില മരുന്നുകളുണ്ട് എന്ന് പറഞ്ഞ് ചില ഇലകളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നു. ആ ഇല എവിടെയാണുള്ളത് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തിരഞ്ഞു നോക്കുന്നു. അവസാനം ആ ഇല കണ്ടുപിടിച്ച് ആ ഇല എങ്ങനെ മരുന്നായി ഉപയോഗിക്കണം എന്ന ഇൻസ്ട്രക്ഷനൊക്കെ രത്ന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ ഹീറോ അതനുസരിച്ച് ആ പയ്യനെ സുഖപ്പെടുത്തുന്നു. രത്ന പറയാണ്, ഇതൊന്നും ഫ്രീ സർവീസ് അല്ല, എവിടെയെങ്കിലും രത്ന ഡബ്ബ എന്നൊരു ഡബ്ബ കണ്ടാൽ അതിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന തുക ഇടണം, ഇത് എനിക്കൊരു സഹായമായിരിക്കും എന്നവർ പറയുന്നുണ്ട്. അതേസമയം രത്ന കുറച്ച് നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ കട്ട് ചെയ്താൽ അസറുണ്ടല്ലോ, ആ ലേഡിയെ ഭീഷണിപ്പെടുത്താനും പേടിപ്പിക്കാനും നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്ന് ആ ഗുണ്ടകളോട് പറയാണ്. അവരെ കണ്ടുപിടിച്ച് ഡോക്യുമെന്റിൽ സൈൻ വാങ്ങുമെന്ന് പറയുമ്പോൾ ആ ഗുണ്ട പറയുന്നുണ്ട്, ഞാൻ ഇന്നേ വരെ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല, ഇത്തവണയും അങ്ങനെ ചെയ്യില്ല എന്ന്. തുടർന്ന് ഇവരെല്ലാവരും കാടിനുള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ ഇവർക്ക് വിശക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും നമ്മുടെ ഹീറോ ആ എമർജൻസി SOSലേക്ക് കോൾ ചെയ്യുന്നു. വീണ്ടും രത്ന തന്നെയാണ് എടുക്കുന്നത്. രത്നയോട് ഇവനും നിഷ്കളങ്കമായി സംസാരിക്കാൻ തുടങ്ങുന്നു. ഞങ്ങൾക്ക് വളരെ വിശക്കുന്നുണ്ട്, ഫുഡൊക്കെ വേണമെന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാട്ടിനുള്ളിൽ സ്വിഗ്ഗിയും സൊമാറ്റോയും ഒന്നും വർക്കാവില്ല, കാട്ടിനുള്ളിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് കാടിനുള്ളിൽ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് എന്ന് ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഹീറോ അതെല്ലാം ശേഖരിച്ച് ഇവരെല്ലാവരും കഴിക്കാൻ തുടങ്ങുകയാണ്. തുടർന്ന് അവർ നടക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ ചേച്ചിയുടെ മകൾ എന്തോ ഒന്ന് ചവിട്ടുന്നുണ്ട്. വലിയൊരു മരം ആ കുട്ടിയെ കൊല്ലാനായി അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഹീറോ പോയി രക്ഷിക്കുകയാണ്. അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് കാട്ടിനുള്ളിൽ വേട്ടയാടാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രാപ്പാണിതെന്ന്. ആ ട്രാപ്പ് കണ്ട് ഭയന്നു പോയി ആ കുട്ടിക്ക് ഭയങ്കരമായി എക്കിള് വരാൻ തുടങ്ങുകയാണ്. ഹീറോ വെള്ളം കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴാണ് ചേച്ചി പറയുന്നത്, ഇത് സാധാരണ വെള്ളം കുടിച്ചാൽ മാറുന്ന എക്കിളല്ല, ജനറൽ ആയിട്ട് തന്നെ ആ കുട്ടിക്ക് മെഡിക്കൽ പ്രശ്നങ്ങളുണ്ട്, ഭയം, ഞെട്ടൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവൾക്ക് ഇതുപോലെ എക്കിള് വരാൻ തുടങ്ങും, ഇതൊരു റെയർ ഡിസീസാണ് എന്ന രീതിയിൽ അവർ പറയാണ്. ഇതുപോലെ എക്കിള് വരുമ്പോൾ ഹാർട്ട് ബീറ്റ് റൈസായി എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ മെഡിസിൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നവർ പറയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ നോക്കിയാൽ പാട്ടൊക്കെ പാടി ആ കുട്ടിയെ സമാധാനിപ്പിച്ച് നോർമലാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോ വീണ്ടും ഈ രത്നയ്ക്ക് കോൾ ചെയ്തിട്ട്, ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് നിന്ന് പുറത്തു പോകണം, അതിന് ഞങ്ങൾക്ക് വാഹനം ആവശ്യമുണ്ട്, എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഈ ഗ്രാമത്തിൽ ഒരു ലേഡി ഉണ്ട്, ആ ലേഡിക്ക് സ്വന്തമായിട്ടൊരു ബസ് ഉണ്ട്, ആ ബസ് സാധനങ്ങൾ കൊണ്ടുപോകാനും സിറ്റിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനും അവർ ഉപയോഗിക്കുന്നുണ്ട്, അവർ വിചാരിച്ചാൽ ഇവരെ സേഫായി കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ കഴിയും എന്നറിയാൻ കഴിയാണ്. ആ ലേഡിയെ രത്ന ഫോൺ ചെയ്ത് പറയുന്നുണ്ട്.
ഇതുപോലെ കുറച്ച് പേര് കാടിനുള്ളിൽ പെട്ടിട്ടുണ്ട്, അവരെ സേഫായിട്ട് ഈ സ്ഥലത്ത് കൊണ്ടുപോയി വിടണമെന്ന്. അതിന് ഒരാൾക്ക് 5000 രൂപ എന്ന് പറഞ്ഞ് ഏകദേശം 14 പേർക്ക് ഇത്ര രൂപ വേണമെന്ന് ചോദിക്കുകയാണ്. ഈ വിവരം ഹീറോയോട് പറയുമ്പോൾ ഇവർ കാടിനുള്ളിൽ പെട്ടിരിക്കുന്നത് കൊണ്ട് ഇവരുടെ കയ്യിൽ പണമില്ല എന്നവൻ പറയുന്നുണ്ട്. കാർഡ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. എന്നാൽ ആ ബസ് ലേഡിയുടെ കയ്യിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് കയ്യിലും കാലിലുള്ള സ്വർണ്ണമൊക്കെ എനിക്ക് തരാൻ പറ, ഞാൻ കൊണ്ടുപോയി വിടാം എന്ന് പറയുമ്പോൾ അതിനും ഇവർ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഈ ബസ് ലേഡി നോക്കിയാൽ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അവരോട് വരാൻ പറയേ, അവിടെ നിന്ന് ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. ഇപ്പോൾ ഇവർ കാട്ടിനുള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിത്ര നമ്മുടെ ഹീറോയുടെ ചേച്ചിയുടെ അടുത്തേക്ക് പോയിട്ട് നിങ്ങളുടെ ഫാമിലിയൊക്കെ ഇവിടെയുണ്ട്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഹീറോയുടെ ചേച്ചി ഒന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ്. ചേച്ചി അതൊരു പേഴ്സണൽ കാര്യമാണ്, അതൊക്കെ വിട്ടേക്ക് എന്ന രീതിയിൽ പറയുമ്പോൾ ചിത്ര പറയുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ യാത്രയൊക്കെ വിട്ടിട്ടാണ് നിങ്ങളുടെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്നിട്ടും നിങ്ങളുടെ പേഴ്സണൽ കാര്യം ചോദിച്ചാൽ മാത്രം പറയില്ലേ, ഞാനൊരു കാര്യം മനസ്സിലാക്കാതെ ഒരടി പോലും മുന്നോട്ട് വെക്കില്ല എന്ന് പറയുമ്പോൾ ശരി വാ പറയാമെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ച് നടക്കാൻ തുടങ്ങുന്നു. അതെന്താ കഥയെന്ന് നമുക്കറിയാലോ. ഈ കാര്യം അവരുടെ വായിൽ നിന്ന് പറഞ്ഞതിന് ശേഷം ചിത്ര ചോദിക്കുകയാണ്, അതെന്നോ ഒരു 20 വർഷം മുമ്പ് നടന്നതല്ലേ, അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോഴും നിങ്ങളുടെ അനിയനോട് ദേഷ്യമായിട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ ചേച്ചി പറയുന്നുണ്ട്, ആര് പറഞ്ഞു ഞാൻ എൻ്റെ അനിയനോട് ദേഷ്യത്തിലാണെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് ഇതുവരെ അനിയനെ കാണാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ കഴിഞ്ഞ കാലമാണ്. ആ സംഭവം നടക്കുമ്പോൾ എൻ്റെ അനിയൻ എനിക്കൊരു മകനെ പോലെയായിരുന്നു. ഞാൻ അവനെ കണ്ടാൽ എൻ്റെ കഴിഞ്ഞ കാലം ഓർമ്മ വരും, എൻ്റെ പഴയ ലവ് സ്റ്റോറിയൊക്കെ ഓർമ്മ വരും. അങ്ങനെ എൻ്റെ പഴയ ലവ് സ്റ്റോറി ഓർമ്മ വന്നാൽ എൻ്റെ മനസ്സിനുള്ളിൽ ഒരാളെ വെച്ചുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ അവനെ തേടി പോകാത്തത്. അതുമാത്രമല്ല, നീ എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരുപാട് വർഷം എൻ്റെ ഭർത്താവ് എന്നിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് ഇരുന്നത്. ഞാൻ ഇദ്ദേഹത്തോട് ദ്രോഹം ചെയ്തതുപോലെ ആവും എന്ന രീതിയിൽ നമ്മുടെ ഹീറോയുടെ ചേച്ചി പറയാണ്. ഇതെല്ലാം കേട്ട് ഹീറോയുടെ കണ്ണ് നിറയാണ്. ശരി, നമ്മൾ സത്യം പറയണ്ട എന്ന് പറഞ്ഞ് അവൻ യാത്ര തുടരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് എങ്ങനെയോ ആ ബസ് നിൽക്കുന്ന സ്ഥലത്ത് അവരെത്തുകയാണ്. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ആ ബസ്സിന് മുൻപിലുള്ള സ്ഥലത്ത് ഈ അസറിന്റെ ആളുകളൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ 14 പേരുണ്ടല്ലോ, ഇതിൽ ഒരു ഗർഭിണിയായ സ്ത്രീയും ഉണ്ട്. അവർക്ക് നടക്കാൻ കഴിയുന്നില്ല, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ആ സ്ഥലത്ത് ചിലർ ഒളിച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. പെട്ടെന്ന് അസറിന്റെ ആളുകളൊക്കെ ആ സ്ഥലത്തേക്ക് വരികയാണ്. ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഹീറോയുടെ ചേച്ചിയെ ഭീഷണിപ്പെടുത്തി ആ ഡോക്യുമെന്റിൽ സൈൻ വാങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ ഹീറോ കാടിനുള്ളിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് അമ്പും വില്ലും ഉണ്ടാക്കിയിരുന്നു. ആ അമ്പ് വെച്ച് ഗുണ്ടകളെയൊക്കെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് ഇവരെല്ലാവരെയും ആ വണ്ടിയിൽ കയറ്റാണ്. അതിനുശേഷം ഇവർ ബസ്സിൽ രക്ഷപ്പെടുകയാണ്. നമ്മുടെ ഹീറോ രത്നയ്ക്ക് ഫോൺ ചെയ്തിട്ട് ഇതുപോലെ കൈക്കും കാലിനൊക്കെ പരിക്കേറ്റിട്ടുണ്ട്, കുത്തേറ്റിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കാടിനുള്ളിൽ ചില പച്ചമരുന്നുകൾ കിട്ടും, അത് വെച്ച് നീ ഒരു കെട്ട് കെട്ടിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് പറയുകയും അതെല്ലാം ഹീറോ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ ചേച്ചി കമ്മീഷണർക്ക് ഫോൺ ചെയ്ത് ഞങ്ങൾ ഇതുപോലെ ഒരു ബസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആ കമ്മീഷണർ പറയാണ്, നിങ്ങൾക്കറിയില്ലേ മാഡം, ആ ലാൻഡിൽ ഞങ്ങളുടെ പവർ ഒട്ടും വർക്കൗട്ട് ആവില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ പോയിന്റിലേക്ക് വരൂ, അവിടെ നിന്ന് നിങ്ങളെ ഞാൻ സുരക്ഷിതമായി കൊണ്ടുപോകാം എന്നയാൾ പറയാണ്. ഇപ്പോൾ ഈ ബസ്സിനുള്ളിലുള്ള എല്ലാവരും ഹീറോയുടെ ചേച്ചിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങുന്നു. നീ കാരണമാണ് ഈ ആളുകളൊക്കെ ഞങ്ങളെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ജീവിച്ചിരിക്കണമെങ്കിൽ നീ ആ ഡോക്യുമെന്റിൽ സൈൻ ഇട്ടേ തരൂ, ദയവായി സൈൻ ഇട്ട് കൊടുത്തേക്ക്, നമുക്ക് എല്ലാവർക്കും ഈ സ്ഥലത്ത് നിന്ന് സേഫായി പോകാമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഹീറോയുടെ ചേച്ചി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയോട് നമ്മുടെ ഹീറോയുടെ ചേച്ചി സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള നീതി ഞാൻ വാങ്ങിത്തരുമെന്ന്. ആ സത്യം ലംഘിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നീ സത്യം ലംഘിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ജീവൻ എടുക്കാതെ ദയവായി നീ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർക്ക് സൈൻ ഇട്ട് കൊടുക്ക് എന്നവർ പറയാണ്. അസറിന്റെ ആളുകൾ ദൂരെ നിന്ന് വരുന്നത് കാണാം. ഇവർ ജീവനോടെ ഇരിക്കട്ടെ എന്ന് കരുതി സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മുടെ ഹീറോയുടെ ചേച്ചി ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ അസറിന്റെ ആളുകൾ ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് അവർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ഹീറോ വന്ന് ആ വണ്ടി ആക്സിഡന്റ് ആക്കി വിടും. നിങ്ങളിങ്ങനെ ധൃതി പിടിച്ചൊന്നും തീരുമാനം എടുക്കരുത്, നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ ജീവിച്ചാലേ മറ്റുള്ളവർ നന്നായിട്ട് ജീവിക്കൂ എന്ന് ഹീറോ പറയാണ്. ഈ വിവരം അസറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ ജോലിക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ച് ആ പെൺകുട്ടിയെ ഭയങ്കരമായി കുത്തിക്കൊല്ലുന്നു. ആ പെൺകുട്ടി ശബ്ദം ഉണ്ടാക്കിയാൽ ചെവി വേദനിക്കൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ വായിൽ തുണി തിരികിയിട്ടാണ് കുത്തിക്കൊല്ലുന്നത്. ഇപ്പോൾ നാട്ടിൽ നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആരോഗ്യനില മോശമാകാൻ തുടങ്ങുന്നു. എല്ലാവരും പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും ശരി, ഞങ്ങൾ സമരം കൈവിടില്ല എന്ന് പറഞ്ഞ് വളരെ സ്ട്രോങ് ആയി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ മലമ്പ്രദേശത്തിനടുത്തുള്ള ഗ്രാമം ഉണ്ടല്ലോ, ആ ഗ്രാമവാസികളോട് അസർ ഒരു ഡീൽ സംസാരിക്കുന്നു. കാടിനുള്ളിൽ കറങ്ങി നടക്കുന്ന ആ 14 പേരെ കൊന്നാൽ 1 കോടി രൂപ പണം തരാം എന്ന് പറയുന്നു. ആ 1 കോടി രൂപ നേടണം എന്നതിനായി ഈ ഗ്രാമം ഒന്നടങ്കം ഇവർക്കെതിരെ തിരികെയാണ്. ഇവരെ തേടി കൊല്ലാനായി ഇറങ്ങാണ്. ഇവർ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിത്ര പറയുന്നുണ്ട്, നീ ഹൈദരാബാദിൽ പോയതിനു ശേഷം നീയാണ് അവരുടെ അനിയൻ എന്ന് പറഞ്ഞാലും നിന്റെ ചേച്ചി തന്നെ അംഗീകരിക്കില്ല എന്ന്. അതിന് നമ്മുടെ ഹീറോ പറയാണ്, ഞാൻ പറയാൻ പോകുന്നേയില്ല,
അവരുടെ പഴയതൊക്കെ ഓർമ്മിപ്പിച്ച് അവരെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം എന്ന് ഹീറോ പറയാണ്. ഇപ്പോൾ ആ എമർജൻസി SOSൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രത്ന ടവറിലിരിക്കുമ്പോൾ നാട്ടുകാർ വന്ന് വിവരം പറയുന്നു. ഇതേപോലെ നീയും ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്ക്, ബസ് ലേഡിയുടെ വണ്ടിയിൽ ഒരു 14 പേര് വരുന്നുണ്ട്, അവരെ കൊന്നാൽ 1 കോടി രൂപ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രത്ന ഞെട്ടിപ്പോവാണ്. കാരണം രത്നയാണല്ലോ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടനടി ഈ വിവരം അറിയിക്കണമെന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ളിൽ തന്നെ ആ ബസ് ഗ്രാമത്തിനടുത്ത് എത്തിക്കഴിഞ്ഞു. ആ ഗ്രാമവാസികൾ സഹായം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഗ്രാമം മുഴുവനും അവർക്കെതിരാണെന്ന്. പല വിധത്തിലുള്ള പോരാട്ടങ്ങൾക്ക് ശേഷം അവർ ഫോൺ വിളിച്ച് വിവരം പറയാണ്. എന്നാൽ ഓൾറെഡി ബസ് എത്തിക്കഴിഞ്ഞു. ഗ്രാമവാസികളൊക്കെ ഈ ബസ് അറ്റാക്ക് ചെയ്യാനായി വരികയാണ്. ബസ്സിനുള്ളിലുള്ളവരെല്ലാവരും ഇറങ്ങി വീണ്ടും കാടിനുള്ളിലേക്ക് ഓടുകയാണ്. അപ്പോഴാണ് ആ ഗ്രൂപ്പിലുള്ള ഗർഭിണിയായ സ്ത്രീക്ക് പ്രസവവേദന വരാൻ തുടങ്ങുന്നത്. ഇവരെ എല്ലാവരും തടയണം, എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് ഇവർക്ക് ചുറ്റും ഒരു തീവളയം ഉണ്ടാക്കുന്നുണ്ട്. ആ തീവളയത്തിനുള്ളിൽ വരുന്നവരെയെല്ലാം ഹീറോ ഭയങ്കരമായി അടിച്ചൊതുക്കുന്നുണ്ട്. അതിനുശേഷം ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ആ സ്ത്രീക്ക് കുട്ടിയും ജനിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി ഒരു ബോട്ട് പിടിച്ച് വെള്ളത്തിലൂടെ ഇവർ യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഈ അസറിന്റെ ആൾ ഈ ബസ്സിൽ കൊണ്ടുവന്ന ആ ലേഡിയോട് പോയി സംസാരിക്കുമ്പോൾ ആ ലേഡി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു വലിയ ആയുധം എൻ്റെ കയ്യിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വിശ്വാസം. ആ വിശ്വാസത്തെ ആയുധമായി ഉപയോഗിച്ച് അവരെ ഞാൻ പിടികൂടും എന്ന് പറയുമ്പോൾ അസറിന്റെ ഗുണ്ടയും ശരിയെന്ന് പറയാണ്. അതേസമയം ടവറിലിരിക്കുന്ന രത്നയാണല്ലോ അവർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവളെ ഒന്ന് കണ്ടേക്ക് എന്ന് പറയുന്നു. ഇപ്പോൾ നാട്ടുകാരിൽ ചിലർ രത്നയോട് ഞങ്ങൾ അവരെ തേടി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോവാണ് എന്ന് പറയാണ്. ഇവർ ആ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഇവരെ വഴി തിരിച്ചു വിടാമെന്ന് കരുതി രത്ന ഫോൺ വിളിച്ച് ഈ ഇൻഫർമേഷൻ ഹീറോയോട് പറയുന്നു. ഇതെല്ലാം ആളുകൾ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത മറ്റൊരു സംഭവം നടക്കുന്നത്. ഹീറോയുടെ ചേച്ചിയുടെ മകളെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു. അവളെ എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഇതിലൂടെ ഇവരുടെ ഗ്യാങ് 2ആയി പിരിയുന്നത് പോലെ ആകും. അപ്പോൾ നമ്മുടെ ചിത്ര പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഹീറോ പോയി ആ കുട്ടി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരട്ടെ, നമുക്ക് എല്ലാവർക്കും ഒരു പോയിന്റിലേക്ക് പോവാം, ഇവരെ സേഫായി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ചിത്ര നേതൃത്വം നൽകി ഇവരെയും കൂട്ടി പോകാൻ തുടങ്ങുന്നു. ഹീറോയുടെ ചേച്ചിയുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കുഴിക്കുള്ളിൽ വീണ് കിടക്കുകയായിരുന്നു. കുഴിക്കുള്ളിൽ ശബ്ദമുണ്ടാക്കുന്നത് കേട്ട് ആളുകൾ വന്ന് അവളെ പിടികൂടും. ഇപ്പോൾ ഇവർ 14 പേരും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ബസ് ലേഡി ഉണ്ടല്ലോ, അവർ വന്ന് ഞാൻ നിന്നെ സേഫായി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവരെ ബസ്സിൽ കയറ്റി ഒരു ഗുഹ പോലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പൂട്ടിയിടുന്നു, ആ ആളുകൾക്ക് പിടിച്ചു കൊടുക്കാൻ വേണ്ടി. മറുവശത്ത് നമ്മുടെ ഹീറോ ആ കുട്ടിയിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നു. ആ ബസ് ലേഡിയുടെ കൂടെ നമ്മുടെ ചിത്ര ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈറ്റിൽ ആ ബസ് ലേഡിയുടെ കയ്യിൽ നിന്നും എങ്ങനെയോ ചിത്ര ഇവരെയൊക്കെ രക്ഷിക്കുന്നുണ്ട്. അതേസമയം അവർക്കും വലിയ പരിക്കേറ്റ് ജീവന് വേണ്ടി പോരാടാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഹീറോ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി ആ സ്ഥലത്തേക്ക് വരുമ്പോൾ അവസാന ശ്വാസത്തിൽ ചിത്ര കിടക്കുകയായിരുന്നു. അതിനുശേഷം ചിത്രയും മരിച്ചു പോകുന്നുണ്ട്. ആ കാടിനുള്ളിൽ തന്നെ ചിത്രയ്ക്കുള്ള അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഹീറോ ചിത്രയുടെ കൂടെയുള്ള ഓർമ്മകളൊക്കെ ചിന്തിച്ച് ഇവരെയും രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. അതേസമയം ഈ രത്ന ഇരിക്കുന്ന ടവറിലേക്ക് ഒരാൾ പോയിട്ട് രത്നയെ ഭീഷണിപ്പെടുത്തി ആ ടവറിന് തീ വെക്കുന്നു. എന്നിരുന്നാലും രത്ന അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒരു കുതിരപ്പുറത്ത് രക്ഷപ്പെടുന്നു. മറ്റൊരു വശത്ത് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അസറിന്റെ ആളുകളൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ഇവരെ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു വഴി അമ്പെയ്ത് തടയുക മാത്രമാണ് എന്ന് പറഞ്ഞ് അവൻ അമ്പെയ്ത് എയിം ചെയ്യാണ്. ചേച്ചിയെ രക്ഷിക്കണമെന്ന് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ അമ്പെയ്യുന്നു. നേരെ പോയി ആ അസറിന്റെ ഗുണ്ടയുടെ കണ്ണിൽ തന്നെ കുത്തി അവൻ മരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ ഈ അസറിന്റെ കഥ നമ്മളെ കാണിക്കുന്നു. ചെറുപ്പമായിട്ടിരിക്കുമ്പോൾ അസറിനെ ഒരു ഓർഫനേജിൽ നിന്നാണ് അവന്റെ അമ്മയും അച്ഛനും കൂട്ടിക്കൊണ്ടുവന്നത്. ഒരു കാർ ആക്സിഡന്റിൽ അവർ മരിച്ചുപോയി. അതിനുശേഷം ഉണ്ടാക്കിയ സാമ്രാജ്യമാണിതെന്ന് നമ്മൾ കണ്ടില്ലേ. സത്യം എന്താണെന്ന് വെച്ചാൽ ഈ അസറാണ് വേണം എന്ന് വെച്ചുകൊണ്ട് അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തി ഇൻഷുറൻസ് പണം ക്ലെയിം ചെയ്ത് ഇങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവൻ വളരെ മോശപ്പെട്ടവനാണെന്ന് മനസ്സിലാവുന്നു. ഓർഫനേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നവരെ തന്നെ ഇങ്ങനെ കൊല്ലുകയാണെങ്കിൽ സാധാരണ ജനങ്ങളൊക്കെ അവൻ എന്തുമാത്രം പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അസറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹീറോ നേരെ ഒരു ലോറിയും എടുത്ത് അസറിന്റെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. അസർ വീടിന് പുറത്തുണ്ടായിരുന്നു. അങ്ങനെയാണെന്നാൽ ഒരു വലിയ ഗ്ലാസ് ബോക്സിനുള്ളിൽ യാതൊരു ശബ്ദവുമില്ലാതെ അവൻ പാട്ടിന് ഉള്ളിൽ നിന്ന് പുറത്തേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ആ ഗ്ലാസ് ബോക്സ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം പൊട്ടിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം ആ സെക്യൂരിറ്റികളൊക്കെ കടന്ന് ഒരു ചെറിയ വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ആ ഗ്ലാസ് ബോക്സ് ഉണ്ടല്ലോ, അതിനെ ജനങ്ങൾ സമരം ചെയ്യുന്ന സ്ഥലത്തേക്ക് അവൻ കൊണ്ടുവരും. ജനങ്ങളെല്ലാവരും അസറിനെ നോക്കുകയാണ്. ഇവരാണ് നമ്മുടെ കുട്ടികളുടെ മരണത്തിനൊക്കെ കാരണമെന്ന് പറഞ്ഞ് ജനങ്ങളൊക്കെ ഭയങ്കരമായി ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. അതിനുശേഷം ആ ഗ്ലാസ് പൊട്ടിച്ച് അസറിനെ പുറത്തു കൊണ്ടുവരുന്നു. പുറത്ത് കേൾക്കുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങളും അസറിന് ചെവി ഭയങ്കരമായി കീറുന്നത് പോലെയുണ്ട്. അത് കുറച്ചുകൂടി വലുതാകുന്ന രീതിയിൽ ആ അമ്മ കരഞ്ഞുകൊണ്ടിരുന്നില്ലേ, ഒരു പാത്രം എടുത്ത് അതിൽ ഭയങ്കരമായി കൊട്ടാൻ തുടങ്ങുന്നുണ്ട്. ആ ശബ്ദം സഹിക്കാൻ കഴിയാതെ അവൻ നിലവിളിക്കുകയാണ്. അതിനുശേഷം ചുറ്റുമുള്ള ജനങ്ങളെല്ലാം കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് കൊട്ടാൻ തുടങ്ങുകയാണ്.
ആ ശബ്ദം സഹിക്കാൻ കഴിയാതെ അവന്റെ ചെവിയിൽ നിന്ന് രക്തം വരികയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ ചേച്ചി യഥാർത്ഥ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ഇവനാണ് കുറ്റവാളി, ഇവൻ വേണമെന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്തത് എന്ന് നിയമപരമായി തെളിയിക്കുന്നു. ഇത്രയും നാൾ പോരാടിക്കൊണ്ടിരുന്ന ജനങ്ങൾക്ക് നീതി വാങ്ങി നൽകുകയാണ്. ഇപ്പോൾ ജനങ്ങളോട് ഹീറോയുടെ ചേച്ചി പറയുന്നുണ്ട്, ഇതിനൊക്കെ ഞാനാണ് കാരണമെന്നാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇവനാണ് ഇതെല്ലാത്തിനും കാരണം. ഇവന്റെ സഹായം കൊണ്ടാണ് ഇത്രയും വലിയ കാര്യം നമുക്ക് നേടാൻ കഴിഞ്ഞത്. ഇവൻ എൻ്റെ അനിയനാണ് എന്ന് ഹീറോയുടെ ചേച്ചി തുറന്നു പറയുന്നു. ഇത് കേട്ട് ഹീറോയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഹീറോയുടെ ചേച്ചിക്ക് അറിയില്ല ഹീറോയാണ് അവരുടെ ബയോളജിക്കൽ അനിയനെന്ന്. എന്നാൽ സഹായം ചെയ്തതുകൊണ്ട് അനിയൻ എന്ന് വിളിച്ചല്ലോ, അതോർത്ത് ഹീറോ സന്തോഷിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ ഈ ഗ്രാമത്തിൽ രത്നയെ തേടി പോവാണ്. ഇത്രയും നാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ ഞാനാണ് എന്ന രീതിയിൽ രത്നയ്ക്ക് മുമ്പിൽ ഇൻട്രോ ആവുന്നുണ്ട്. അവളെ രക്ഷിച്ചു കൊണ്ടുവന്ന കുതിരയും കാണുന്നു. ഇതോടെ ഈ സിനിമ അവസാനിക്കുകയാണ്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.